വാർത്തയിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി UDF യോഗം അല്പസമയത്തിനകം ചേരും. വകുപ്പ് വിഭജനത്തിനും ഇന്ന് തീരുമാനമാകുമെന്നാണ് വിവരം. 2 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെട്ട് ജോസഫ് വിഭാഗവും 5 മന്ത്രിസ്ഥാനം വേണമെന്ന് ലീഗും കടുംപിടുത്തം തുടരുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങളും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. KC വേണുഗോപാൽ അല്പസമയത്തിനകം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. ആദ്യം പ്രശാന്ത്, നിർണായകമായ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP നിർണായകമായിട്ടുള്ള ചർച്ചകൾ, നിർണായകമായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിൻ്റെ വസതിയിലാണ്. നിരവധി നേതാക്കളാണ് ഇപ്പോൾ KCയെ കാണാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് KPCC അധ്യക്ഷനടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് അടക്കമുള്ള, ആന്റോണിയോ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിരുന്നു. നിർണായകമായ കൂടിക്കാഴ്ചകൾ, ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ KC വേണുഗോപാൽ പുറത്തേക്ക് വരും. രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കും. VT ബൽറാം MLA അടക്കമുള്ളവർ ഇപ്പോൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുനയ നീക്കങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. അനുകൂലമായുള്ള സമീപനങ്ങൾ ഉണ്ടാകുമെന്നടക്കമുള്ള, അതായത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ നീക്കങ്ങൾ, നിർണായകമായ നീക്കങ്ങളെല്ലാമാണ് ഇപ്പോൾ ഈ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ KC വേണുഗോപാലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. MLA-മാരെല്ലാവരും, ഒപ്പം തന്നെ നേതാക്കന്മാരെല്ലാവരും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ KC വേണുഗോപാലും പുറത്തേക്ക് ഇറങ്ങുകയും രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും ഇത്തരത്തിൽ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടുത്ത നിലയിൽ പോകുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയും ആഭ്യന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. തന്നോടൊപ്പം നിൽക്കുന്ന 2 പേർക്ക് മന്ത്രിസ്ഥാനം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാം.